ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ, അതായത് നമ്മൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡ്രൈനേജ് സിസ്റ്റത്തിന് കൊടുക്കുന്ന എൽബോ ആണ്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറ് ഡോർ എൽബോ ഉപയോഗിക്കാറുണ്ട്, സാധാ എൽബോ ഉപയോഗിക്കാറുണ്ട്. ഏതാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ആദ്യമേ തന്നെ കാണുന്നത് ഇത് കാണുന്ന ഡോർ എൽബോ ആണ് വരുന്നത്. അതായത് നമ്മൾ നേരെ ഇതിൻ്റെ അകത്തേക്ക് ക്ലോസറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഏരിയകളിലുള്ള പൈപ്പ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇത് വഴിയായിട്ടാണ് ഔട്ട് നേരെ പുറത്തേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോറ് കാണാൻ സാധിക്കും, ബാക്ക് സൈഡിൽ കണ്ടോ. അത് നമുക്ക് ഇവിടെ നിന്നുണ്ടാവും, ഇതിൻ്റെ അകത്തുകൂടെ കാണാൻ സാധിക്കും. ഒരു വാഷ് കാര്യങ്ങൾ ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻസ് എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇത് സാധാ എൽബോ ആണ് വരുന്നത്. ഈ സാധാ എൽബോ എന്ന് പറയുന്ന സമയത്ത് നമ്മളത് ഫിറ്റിങ്സ് കാര്യങ്ങൾ രണ്ട് സൈഡുകളിലും ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മെയിൻ്റനൻസ് എന്താണ് അത് ബ്ലോക്ക് കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഫിക്സഡ് ആയിരിക്കും വരുന്നത് ആ എൽബോ. പക്ഷേ ഇതിൻ്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഡോറ് ഒരു സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഡോറ് നമുക്ക് പതുക്കെ ഓപ്പണായിട്ട് കിട്ടും. ഓപ്പണായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കംപ്ലയിൻസ് എന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. അതായത് ക്ലോസറ്റിൽ നിന്നാണോ വരുന്നത്, അതോ ക്ലോസറ്റിൽ നിന്നാണോ ബ്ലോക്ക് ആവുന്നത്, അതോ പൈപ്പിലാണോ ബ്ലോക്ക് ആവുന്നത്, പെട്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ക്ലോസറ്റിൽ നിന്ന് ബ്ലോക്ക് ആവുന്നതിൻ്റെ മെയിൻ കാരണങ്ങളിലൊന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പാഡ് കാര്യങ്ങളൊക്കെ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യും. അതായത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റ് പെട്ടെന്ന് ബ്ലോക്ക് ആവും, ക്ലോസറ്റിൻ്റെ ഔട്ട് ബ്ലോക്ക് ആകുമ്പോൾ അതുകൊണ്ട് പാഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് സെപ്പറേറ്റ് വേറെ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യാതിരിക്കുക. അപ്പോൾ അത് വന്ന് ഇതിൻ്റെ ബാക്കിൽ തടഞ്ഞിരിക്കും. അങ്ങനെയാണ് കൂടുതലും ക്ലോസറ്റിൽ വരുന്ന ബ്ലോക്ക് കണ്ടുവരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ബ്ലോക്ക് എന്ന് താഴേക്കാണോ മുകളിലേക്കാണോ എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഈ കാണുന്ന വാഷ് കണ്ടോ, ഈ വാഷിൽ വന്നിട്ടാണ് ബാക്ക് സൈഡ് ശരിക്കും ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഡോർ അഴിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അഴിച്ചതിന് ശേഷം തിരിച്ച് അതേപോലെ തന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ വാഷ് ബൾജ് ചെയ്ത് പോകാതിരിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഗ്യാപ്പിലേക്ക് കറക്റ്റ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോറ് കറക്റ്റ് ഏറ്റവും എൻഡിൽ വന്ന് അടഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ അവിടെ നിന്ന് പതുക്കെ ലീക്ക് തുടങ്ങുന്നത് കാണാൻ സാധിക്കും. പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഔട്ട് ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങി എപ്പോഴും ഒരു പൂപ്പിൽ പിടിച്ച പോലെ ആ പൈപ്പുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വരുന്നതിൻ്റെ മെയിൻ കാരണം ഈ പറയുന്ന ഡോറ് കറക്റ്റ് അടയാത്തതിൻ്റെ കാരണമാണ്. ഡോറ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടോ, ഇപ്പോൾ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ വാഷ് ബൾജ് ചെയ്ത് പോയത് കണ്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ആകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് വാഷ് കറക്റ്റ് ചെയ്തിട്ടതിന് ശേഷം ശരിക്കും നന്നായിട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. പല കമ്പനികളിലും വരുന്നുണ്ട്, പല കമ്പനികളിലും പല രീതിയിലുള്ള വാഷുകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കി അറിയാൻ പറ്റും, വാഷുകളെല്ലാം കറക്റ്റാക്കി ഇട്ടതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കാരണം തന്നെ വെള്ളം ഒലിച്ച് ഡോറ് കറക്റ്റായിട്ട് അടഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം ഒലിച്ച് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എപ്പോഴും ഒരു പൂപ്പൽ പോലെ വെള്ളത്തിൻ്റെ എഫക്റ്റ് അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ ഡോർ എൽബോ ഉപയോഗിക്കുന്നതാണ് നമുക്ക് ബ്ലോക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും ഉത്തമം. ക്ലോസറ്റിൽ നിന്നാണോ ബ്ലോക്ക് വരുന്നത് അതോ പൈപ്പിലാണോ ബ്ലോക്ക് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഡോർ എൽബോ നമ്മൾ ഈ ബാത്റൂമിൽ നിന്ന് ക്ലോസറ്റിൻ്റെ ഇറങ്ങുന്ന അതേ സ്ഥലത്ത് നേരെ ഔട്ടിന് ഏറ്റവും ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ ഫിറ്റിങ്സ് ആയിട്ട് ഡോർ എൽബോ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.